കാടിനൊക്കെ എന്താ ചൂട്. വല്ല വെള്ളച്ചാട്ടവും ഉണ്ടായിരുന്നെങ്കിൽ. അതിനല്ലേ മങ്കി ഫാൾസ് ഉള്ളത്. അതെവിടെയാ? അതിന് ആദ്യം ആളിയാർ ഡാമിനെ കുറിച്ച് അറിയണം. എനിക്കതൊക്കെ എങ്ങനെ അറിയാം? പറഞ്ഞു തരാം. ആളിയാർ ഡാം ഇതൊരു ഗ്രാവിറ്റി ഡാം ആയിട്ടാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇത് ആറ് ചില്ലറ സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു ഗ്രാവിറ്റി ഡാമാണ് ആളിയാർ. 1962 ഗാന്ധി ജയന്തി ദിവസം നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവും തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള കോൺഗ്രസിൻ്റെയും ഏറ്റവും വലിയ സമുന്നത നേതാവ് കാമരാജിൻ്റെ നേതൃത്വത്തിൽ 1962 ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഡാമാണ്. ഈ ഡാമിലേക്ക് എവിടെന്നാ വെള്ളം വരുന്നത്? എല്ലാം പറഞ്ഞു തരാം. നമ്മൾ ഈ ആളിയാർ ഡാം എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം ഈ മങ്കി ഫാൾസും ഈ മങ്കി ഫാൾസിന് തൊട്ടടുത്ത് കൂടിയുള്ള ചിന്നാറ് പോലുള്ള പുഴകളുടെ പുഴയിൽ നിന്ന് വരുന്ന വെള്ളം ഇവിടെ കോൺക്രീറ്റ് ഇട്ടിട്ടുള്ള മതിൽ കെട്ടി ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന രീതിയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിന്ന് ഇപ്പോൾ ഇലക്ട്രിസിറ്റി വില എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആളിയാർ ഡാമിലോട്ട് വരുന്ന വെള്ളത്തിൻ്റെ ഒരു പുഴയാണ് ഇതിലൂടെ വന്ന് ആളിയാർ ഡാമിലേക്ക് എത്തുന്നത്. ഒരു ദിവസത്തെ ടൂറുമായിട്ട് പാലക്കാട് ജില്ലയിൽ നിന്നോ അടുത്ത ജില്ലയിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരണം എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മങ്കി ഫാൾസും ആളിയാർ ഡാമും വാൾപ്പാറയും കണ്ട് ഒരു ദിവസം താമസിച്ച് പിറ്റേ ദിവസം നിങ്ങൾക്ക് വൈകുന്നേരത്ത് സ്ഥലത്ത് സന്ദർശിക്കാവുന്ന ഒരു അടിപൊളി പ്ലേസാണ് ഈ ഏരിയ. അത് നമ്മൾ ഈ സീസണുകൾ, അതായത് മഴയുള്ള സീസണുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ടും ഗ്രീനിഷായിട്ടും അല്ലെങ്കിൽ അതൊരു ബ്രൗണിഷ് കളറുള്ള ഒരു ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആയിട്ട് മാത്രമേ കാണാൻ പറ്റൂ. അപ്പോൾ ശരിക്കും മങ്കി ഫാൾസ് എവിടെയാണ്? എന്താ ഇത്ര ധൃതി? എല്ലാം കാണാൻ തന്നെ പോകുന്നത്. മങ്കി ഫാൾസ് പറഞ്ഞില്ലേ, അത് കവി അരുവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൈപ്പുഴ ഈ ചിന്നാറിൻ്റെ ഒരു സബ്സിഡറി വരുന്ന ഒരു പുഴയാണ്. ആ പുഴ ആളിയാറിൽ വന്ന് ചേരുന്ന ഒരു പുഴയാണ്. അതിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയ ഫാൾസാണ് മങ്കി ഫാൾസ്. ഇവിടെ നിറച്ച് കുരങ്ങുകൾ ഉള്ളതുകൊണ്ട് അവിടെ മങ്കി ഫാൾസ് എന്ന് പേര്. അതിന് നിറച്ച് കുരങ്ങുകളാണ്. ഇവിടെ മുതൽ നമ്മൾ ആ കയറുന്ന വാൾപ്പാറയ്ക്ക് കയറുന്ന പകുതി വരെ നമുക്ക് നിറയെ കുരങ്ങുകൾ കാണാം. മങ്കി ഫാൾസ് എന്ന് പറയുന്നത് അവിടെ ഒരു കുളിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ വരികയാണെങ്കിൽ, താഴത്തുനിന്ന് വരികയാണെങ്കിൽ ആളിയാർ ഡാം കഴിഞ്ഞ ഉടനെ നമ്മളൊരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ഒരു പേഴ്സണിന് 30 രൂപയും മങ്കി ഫാൾസും മറ്റവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് 50 റുപ്പീസുമായിട്ടുള്ള ഒരു ചാർജാണ് അവർ ഈടാക്കുന്നത്. മങ്കി ഫാൾസിൻ്റെ കൗണ്ടറിൽ ചെന്നാൽ 50 രൂപ ഒരാൾക്ക് പാസും. മേലോട്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ നീരരുവിയിൽ കുളിക്കാനുള്ള സൗകര്യം അതിനകത്തുണ്ട്. വസ്ത്രങ്ങൾ മാറാനുള്ള, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വസ്ത്രങ്ങൾ മാറാനും അവിടെ ഇരുന്ന് ലിഷർ ടൈം സ്പെൻഡ് ചെയ്യാനുമുള്ള ഒരു ചെറിയൊരു സ്പേസ് മാത്രമാണ് അതിനകത്തുള്ളത്. നിങ്ങൾ അത് മഴയുള്ള സമയത്ത്, കൂടുതൽ മഴയുള്ളതല്ല, മഴ കഴിഞ്ഞ് കുറച്ച് 2-3 ദിവസങ്ങൾ കഴിഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ലൊരു വെള്ളം ഒഴുക്കുണ്ടാകും എന്നുള്ളതാണ്. ബാക്കിയുള്ള സമയങ്ങളിൽ അവിടെ പ്രവേശനമില്ല എന്നുള്ളതാണ് അറിയുന്നത്. മഴയുള്ള കാലങ്ങളിൽ അവിടെ പ്രവേശനമില്ല. ബാക്കിയുള്ള സമയങ്ങളിൽ ചെറിയൊരു നീരരുവി മാത്രമേ ഉണ്ടാവൂ.
മങ്കി ഫാൾസിലേക്ക്.